ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 6-7 ഹോട്ടലിൽ നിർത്തി, ചായ ഇല്ല. എന്തേ? ഗ്യാസില്ല. സുബ്ഹാനല്ലാഹ്. ഹോർമൂസ് കടലിടുക്കിലൂടെ ഇറാന്റെ ഔദാര്യമില്ലെങ്കിൽ ഭാരതത്തിൽ ഗ്യാസും പെട്രോളും വരില്ല. ലോകത്തെ സ്തംഭിപ്പിച്ചു കളയാൻ ഇറാന് സാധിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില ആളുകളൊക്കെ ട്രോളി, അത് സൗദി അറേബ്യയിൽ 2 മിസൈൽ വെട്ടിയ, അത് ഖത്തറിൽ എന്തെങ്കിലും ഒരു ഓലപ്പടക്കം പൊട്ടിച്ച, അത് കുവൈറ്റിൽ എന്തെങ്കിലും ഒരു വാണം വിട്ടാൽ ഞങ്ങൾ ഇന്ത്യയിൽ ഒന്നും സംഭവിക്കില്ല എന്ന് പ്രസംഗിച്ചു വിട്ടവരുണ്ട്. അവരാണ് അറിയേണ്ടത്. ഒരു ചെറിയ ഗ്യാസിന്റെ ക്ഷാമം വന്നപ്പോൾ ഹോട്ടലുകൾ അടച്ചുപൂട്ടുകയാണ് ഭാരതത്തില്. ഗുജറാത്തിലും ഉത്തർപ്രദേശിലും കർണാടകയിലും തമിഴ്നാട്ടിലും കേരളത്തിലും നൂറുകണക്കിന് ഹോട്ടലുകൾ അടച്ചുപൂട്ടിയെങ്കിൽ പെട്രോളിയം ഇല്ലാതെയായാൽ ഇന്ത്യയിലേക്ക് വരുന്ന 85% പെട്രോളിയം ഹോർമൂസ് കടലിലൂടെ ഇറാന്റെ ഔദാര്യത്തിൽ വേണം കടന്നു വരാൻ. അമേരിക്ക വയ്യാപ്പുണ്ടായിട്ട് കാര്യമില്ല, ഇസ്രയേൽ മുത്തപ്പൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരു തുള്ളി എണ്ണ ഇവിടെ കിട്ടണോ? ഇറാന്റെ ഔദാര്യം വേണോ? ഗൾഫ് നാടുകളിൽ ഈ വഴിയിലൂടെ ഇവിടെ കടന്നു വരണോ? ഗൾഫ് നാടുകളുടെ എണ്ണയില്ലെങ്കിൽ ഇവിടുത്തെ സ്തംഭിപ്പിക്കും. ഇവിടുത്തെ ലോറി ഓടില്ല, ഇവിടുത്തെ കാർ ഓടില്ല, ഇവിടുത്തെ വിമാനം പറക്കില്ല, ഇവിടുത്തെ കച്ചവടം നടക്കില്ല.